ഹരിതകർമ്മ സേനാംഗങ്ങളെ അധിക്ഷേപിച്ച് കോൺഗ്രസ്. സാമൂഹ്യ മാധ്യമങ്ങളിലാണ് അധിക്ഷേപം. കൊല്ലം സ്വദേശി സിറാജുദ്ദീൻ എന്ന കോൺഗ്രസ് നേതാവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹരിതകർമ്മ സേന കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പറയത്തില്ലായിരുന്നു, അതാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ ഈ പച്ചക്കോട്ടിട്ടൊക്കെ ഞങ്ങൾ അന്തസ്സായിട്ട് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭർത്താക്കന്മാരും ഞങ്ങളുടെ വീട്ടുകാരെയൊക്കെ ഞങ്ങൾ നടക്കുന്നത്. ആ ഭർത്താവ് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ അമ്മയുടെ വയറ്റിന് വന്നതല്ല, പറയത്തില്ല. അതുകൊണ്ട് അവനെ ഈ ജനത്തിന്റെ മുന്നേ അവനെ കൊണ്ടുവരണം, കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. എന്നിട്ട് ഞങ്ങൾ ജോലിക്ക് ഇറങ്ങത്തുള്ളൂ. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ഈ നാട്ടിലെ മാലിന്യങ്ങളൊക്കെ വെടുപ്പാക്കി വൃത്തിയാക്കി മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കി വൃത്തിയാക്കുന്ന സഹോദരിമാരാണ് ഹരിതകർമ്മ സേനയിലുള്ളത്. എന്ത് തരത്തിലുള്ള അധിക്ഷേപമാണ് കോൺഗ്രസ് നേതാവ് സിറാജുദ്ദീൻ നടത്തിയത്? അതിനു മുമ്പ് ഇതിലേക്കുള്ള ഒരു സാഹചര്യം കൂടി അജിംഷാദ് ഞാൻ പറയാം. ഇന്നലെ ഇരവിപുരം നിയോജക മണ്ഡലം, കൊല്ലം നിയോജക മണ്ഡലത്തിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ പോളിംഗ് ബൂത്തുകളിൽ, വേറെയല്ല കേരളത്തിലെമ്പാടുമുള്ള പോളിംഗ് ബൂത്തുകളിൽ ഹരിതകർമ്മ സേനയെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന ശുചിത്വ മിഷൻ ഇവരെ അവിടെ നിയോഗിച്ചത്. അതിന്റെ ഉത്തരവുകളും അവരുടെ പക്കലുണ്ട്. അവിടെ വരുന്ന മാലിന്യങ്ങൾ, ആളുകൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങളെല്ലാം ശേഖരിച്ച് മാറ്റലായിരുന്നു അവരുടെ ജോലി. ഈ പണി ചെയ്ത ഇവരെ BJP-യുടെ സ്ഥാനാർത്ഥികൾ, BJP പ്രവർത്തകർ, അതുപോലെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇവരെ അധിക്ഷേപിച്ച് അവിടെ നിന്ന് പുറത്താക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ട പോലീസ് ഇവരെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. പിന്നീട് ഇവർ വെയിലത്തൊക്കെ പോയി നിൽക്കേണ്ടുന്ന ഒരു ഗതികേടും ഇവർക്കുണ്ടായി. നിലവിൽ ഈ ശുചിത്വ മിഷന്റെ സർക്കുലർ പ്രകാരമാണ് അവർ ഇതിന്റെ പരിസരത്ത് അവരുണ്ടായിരുന്നത്. ഈ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാനും ഹരിതചട്ടം പാലിച്ചുള്ള തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അവിടെ വരുന്നത് മുഴുവനും അവർ നീക്കം ചെയ്യുന്നതായിരുന്നു അവരുടെ കർമ്മം. ഇത് ചെയ്ത ഇവർക്കെതിരെ ഇവർ പ്രതിഷേധമായി വരികയും ഇവരിവിടെ നിൽക്കുന്നത് മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പിടിക്കാനാണെന്ന് അധിക്ഷേപിച്ചിട്ടാണ് ഇവരെ ഇവിടുന്ന് മാറ്റിയത്. ഇത് ഇന്നലെ ജനം TV-യിൽ നിന്ന് വാർത്തയായി. അതിൽ വന്ന ഒരു കമന്റ്, ആ കമന്റിലാണ് ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഒരു കമന്റ്. ആ കമന്റിലാണ് ഇവരെ വേശ്യ എന്ന് വിളിച്ച് അധിക്ഷേപം. ഹരിതകർമ്മ സേനാംഗങ്ങൾ വേശ്യകൾ എന്നായിരുന്നു ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിൽ നിന്ന് ഇവർക്കെതിരെയുള്ള അധിക്ഷേപം. ഈ അധിക്ഷേപം ചൂണ്ടിക്കാണിച്ച് അവർ ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് 200-ഓളം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ, കൊല്ലം കോർപ്പറേഷൻ സേനാംഗങ്ങൾ ഇന്ന് അവരിന്ന് പണിമുടക്കിക്കൊണ്ട് അവരിപ്പോ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ മാർച്ചായി തന്നെ പോയി അവിടെ കമ്മീഷണറെ കണ്ട് രേഖാമൂലം പരാതി കൊടുത്തു. ഇതിപ്പോ മാത്രമല്ല, ഈ പരാതിക്ക് ശേഷം ഇവിടുന്ന് അവരിപ്പം ജില്ലാ കളക്ടറിനെ സമീപിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ജില്ലാ വരണാധികാരി കൂടിയാണ് ജില്ലാ കളക്ടർ ദേവിദാസ്. അദ്ദേഹത്തിനും ഇപ്പൊ ഹരിതകർമ്മ സേന പരാതി കൊടുക്കും. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വന്ന ഞങ്ങളോട് ആ ഡ്യൂട്ടി ചെയ്യാൻ ഞങ്ങളോട് നിർദ്ദേശിച്ചത് സർക്കാരാണ്. ആ സർക്കുലർ പ്രകാരമാണ് ഞങ്ങൾ വന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അങ്ങനെ വന്ന ഞങ്ങളെ അധിക്ഷേപിച്ച് പുറത്താക്കാൻ എന്ത് അവകാശം? മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കാം, അല്ലെ ഒഴിവാക്കാം. ആരെങ്കിലും പറയുന്ന കേട്ട് ഈ നാട്ടിലുള്ള അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ മാലിന്യങ്ങളും മറ്റവും ശേഖരിച്ച് ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഞങ്ങളെ നോക്കി ഇങ്ങനെ ഒരു അധിക്ഷേപ വാക്ക് വിളിക്കുന്നതിന്റെ അവസരം ഒരുക്കിയവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവരുടെ ഈ പ്രതിഷേധം. ഇതിനകത്ത് കോൺഗ്രസ് നേതാവ് അശ്ലീലം അവരെ വിളിച്ച കോൺഗ്രസ് നേതാവ് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഇതിനകത്ത് കുറ്റക്കാരായി വരികയാണ്. മാത്രമല്ല, ഈ യൂണിഫോം ഇട്ട് അന്തസ്സായി കേരളത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഹരിതകർമ്മ സേന. അന്തസ്സായി ജോലി ചെയ്യുന്നവരാണ്, ജോലിയേക്കാൾ ഉപരി സേവനം ചെയ്യുന്നവരാണ്. അവരെ അത്തരത്തിലൊരു വാക്കുപയോഗിക്കാൻ സിറാജുദ്ദീൻ എന്ത് അവകാശമെന്ന് സമൂഹം മുഴുവൻ ചോദിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇയാളെ പിടികൂടാനുള്ള എന്തൊക്കെ നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത്? നിലവില് ഇവർക്കെതിരെ ഇപ്പൊ സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായൺ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ്, ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപം നടത്തിയ വ്യക്തി, അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മാനഹാനിയോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പോലീസ് ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. ഇവരുടെ മൊഴിയും മറ്റും എടുക്കുന്നുണ്ട്. അത് 1-2 ദിവസത്തിനുള്ളിൽ അതിന്റെ പൂർത്തീകരിച്ച് ഈ ആളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഇതിപ്പോൾ ഇപ്പൊ നമുക്കറിയാം, യൂട്യൂബിൽ കമന്റ് വരുമ്പോൾ അതിൽ മെയിൽ അഡ്രസ് ആണ് വരാറ്. ഇനി ഇതിന്റെ ഈ ഡൊമൈനിലേക്ക് പോയി
ഇതിന്റെ യൂട്യൂബ് കമ്പനിയോട് തന്നെ അല്ലെങ്കിൽ കണ്ടെത്തുകയോ അല്ലെങ്കിൽ സൈബർ പോലീസിന് അവരുടെ സംവിധാനം വഴി ഇയാളുടെ അക്കൗണ്ട് കണ്ടെത്തി ആരാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് വേണ്ട നടപടി സ്വീകരിക്കുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇവരുടെ കണ്ടെത്തലിൽ ഇന്ന ആളാണെന്ന് അവർക്ക് മനസ്സിലായി. ഇവരുടെ ഈ വിലാസം കണ്ടെത്തിയാൽ അങ്ങോട്ടേക്ക് അവരുടെ വീട്ടിലേക്ക് ഈ കോൺഗ്രസ് നേതാവോ അല്ലെങ്കിൽ ആ പ്രവർത്തകന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി ഈ സ്ത്രീകൾ മുഴുവനും ഇതാണോ എന്ന് ചോദിക്കലാണ് അവരുടെ ലക്ഷ്യം. ഇത് കേരളത്തിലെമ്പാടും ഇനി നാളെയും മറ്റന്നാളുമായി എല്ലാ സ്ഥലത്തും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ അവരുടെ തന്നെ അവരുടെ ആ വർഗത്തിൽപ്പെട്ട മുഴുവനും ആളുകളെയും ഈ പ്രതിഷേധത്തിൽ ചേർക്കാൻ വേണ്ടി അവരിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർ ഒരു വരി മറ്റുള്ള ഈ ട്രാഫിക്കിനൊന്നും ഒരു തടസ്സവും വരാതെ ഒരു വരിയായി ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്ക് അവർ ഇതേപോലെ തന്നെ പരാതി നൽകും.